5.25 സെൻറ്റിൽ നിർമ്മിക്കാവുന്ന കേരള ട്രഡീഷണൽ വീടിൻ്റെ ഡിസൈനാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പ്ലാനും ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനും ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാലക്കാട് നിന്നുമുള്ള ഒരു ക്ലയൻറ്റാണ് നമ്മളെ ഈ ഒരു വീടിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്തത്. അവരുടെ മെയിൻ റിക്വയർമെൻറ്റ് പറയുന്നത് 3 ബെഡ്റൂമോട് കൂടി 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം വിത്ത് ഡ്രസ്സിംഗ് റൂം, അതുപോലെ തന്നെ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് അവർക്ക് അത്യാവശ്യമായിരുന്നു. ഡൈനിങ്ങിൽ നിന്നും വ്യൂ കിട്ടാവുന്ന വിധമാണ് അവർക്ക് ഓപ്പൺ കോർട്ട്യാർഡ് വേണ്ടത്. ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന്. 1400 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. വരാന്ത അത്യാവശ്യം നല്ല നീളവും അത്യാവശ്യം വീതിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വരാന്ത ഒരു 9/1.5 മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. വരാന്തയിൽ 4 പില്ലർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4 പില്ലറും വുഡൻ പില്ലറാണ്. അതുപോലെ തന്നെ മരത്തിൻ്റെ ചാരുപടിയും കൊടുത്തിട്ടുണ്ട്. വരാന്തയിൽ നിന്നും ഡയറക്റ്റ് ലിവിങ്ങിലേക്കാണ് എൻട്രി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലിവിങ് സ്പേസ് 10/10 ഫീറ്റിൻ്റെ അത്യാവശ്യം നല്ല സിറ്റിംഗ് സ്പേസോട് കൂടി ലിവിങ് സെറ്റ് ചെയ്തിരിക്കുന്നു. ലിവിങ്ങിന് ഓപ്പോസിറ്റ് വാളിൽ നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ലിവിങ് ഡൈനിങ് സെപ്പറേഷൻ വാൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് കോർട്ട്യാർഡ് ഡൈനിങ് പാസേജിലേക്കാണ് എൻട്രി പോകുന്നത്. ഒരു L ഷേപ്പ് പാസേജാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കോർട്ട്യാർഡിൽ നിന്നും ഡൈനിങ്ങിലേക്ക് അത്യാവശ്യം നല്ല വ്യൂ വരാവുന്ന വിധമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്നും കോർട്ട്യാർഡിലേക്ക് സ്റ്റെപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡ് അല്ലെങ്കിൽ 4 കെട്ട് നടുമുറ്റമായും യൂസ് ചെയ്യാം. നടുമുറ്റത്തിൻ്റെ കോർട്ട്യാർഡിൻ്റെ ടോപ്പ് കവേർഡ് ആയിരിക്കണം. ഇത് റെയിനിങ് പാടില്ല എന്നാണ് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആവശ്യം. അപ്പോൾ അവിടെ നമ്മൾ ടോപ്പിൽ സെപ്പറേറ്റ് റൂഫായി കവേർഡായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവിങ്ങിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 2 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമായി കൊടുത്തിരിക്കുന്നു. സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം 12/12 ഫീറ്റിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പത്തോടു കൂടിയുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ നിന്ന് ഡ്രസ്സിംഗ് റൂമും ടോയ്ലറ്റും അറ്റാച്ച്ഡായി കൊടുത്തിരിക്കുന്നു. ഡ്രസ്സിംഗ് റൂമിൽ നമുക്കൊരു കബോർഡ് സെറ്റ് ചെയ്യാനുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബെഡ്റൂം ഒരു നോർമൽ ബെഡ്റൂമായാണ് കൊടുത്തിരിക്കുന്നത്. അതും 12/11 ഫീറ്റോട് കൂടിയ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സിറ്റിംഗ് സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡൈനിങ്ങിൽ നിന്നും ഓപ്പൺ കിച്ചണായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കോർട്ട്യാർഡിൽ നിന്നും അത്യാവശ്യം നല്ല വ്യൂ വരാവുന്ന വിധം ഒരു സ്റ്റഡി സ്പേസും ഒരു കോർണറിലായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി സ്പേസിൻ്റെ ഓപ്പോസിറ്റായി നമ്മളൊരു ബെഡ്റൂം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 3 ബെഡ്റൂമാണ് വരുന്നത്. കിച്ചൺ നോക്കിക്കഴിഞ്ഞാലും കിച്ചൺ വർക്ക് ഏരിയ ഏകദേശം ഒരേ അളവിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ 10/9 ഫീറ്റും വർക്ക് ഏരിയ 8/9 ഫീറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീടിൻ്റെ ഡിസൈനുകളും ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനുകളും കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഫുള്ളായി ഡിസൈൻ നൽകാവുന്നതാണ്. ഈ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണക്കാക്കുന്നത് പാലക്കാട് തൃശ്ശൂർ ഏരിയയിലാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 1450 പെർ സ്ക്വയർ ഫീറ്റാണ്. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 1400 സ്ക്വയർ ഫീറ്റാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പറോട് കൂടി കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എക്സ്റ്റീരിയർ എലിവേഷനിൽ നമ്മൾ ട്രസ് റൂഫായാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാളിൽ വെട്ടുകല്ല് ലാറ്ററൽ സ്റ്റോണിൻ്റെ ഒരു ക്ലാഡിംഗ് സ്റ്റോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോട്ടലി. അതുപോലെ തന്നെ ആദ്യം ഞാൻ ചാരുപടി പ്രൊവൈഡ് ചെയ്തായിരുന്നു. ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അത് റിമൂവ് ചെയ്തു. ഓപ്പൺ കോർട്ട്യാർഡ് അഥവാ 4 കെട്ട് നടുമുറ്റം
റൂഫ് ഫുള്ളായി കവേർഡാണ്. മഴ പെയ്താലോ ഒന്നും അകത്തേക്ക് വെള്ളം വീഴുന്നതല്ല. അതുപോലെ തന്നെ അകത്തേക്ക് അത്യാവശ്യം നല്ല ലൈറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ. സൈനിങ് ഓഫ്, അമീർ.